അടുത്ത ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത് സമയം കൂടിയാവില്ലല്ലോ. കോമൺലി യൂസ് ചെയ്യുന്ന കൺസ്യൂമർ മെറ്റീരിയൽസ് ആണ്. അതെന്തൊക്കെയാണ് ഇത് വരുന്നതാണ്. കെമിക്കൽസ് അതിൽ വരുന്ന സാധ്യതയുള്ളത്. ലിപ്സ്റ്റിക് ലെഡ് ഉണ്ടോ? ലെഡ് ഉണ്ട് കേട്ടോ. പിന്നെ സോഫ്റ്റ് ഡ്രിങ്കിൽ ബ്രോമിനേറ്റഡ് വെജിറ്റബിൾ ഓയിൽസ് ഒക്കെ വരുന്നുണ്ട്. ചൈനീസ് ഫാസ്റ്റ് ഫുഡിൽ മോണോസോഡിയം ഗ്ലൂക്കോമേറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഗ്ലൂറ്റാമേറ്റ് 3 വരുന്നുണ്ട്. ചെയ്യാൻ ഇതൊക്കെ ഉണ്ടാവാന്നൊക്കെ ചിന്തിക്കല്ല നമുക്ക് വേണമെങ്കിൽ, അറിയില്ലെങ്കിലും. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ഓർഗാനിക് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്സ് OLEDs are used to create a digital display in many devices. What are the advantage? OLED advantage എന്തൊക്കെയാണ് ചോദിക്കുന്നത്. പിന്നെ OLEDs display can be fabricated on the flexible plastic substance threads എന്നുള്ളത് ശരിയാണ്. Roll up the displays embedded in the clothing can be made using the OLEDs പറ്റും. Transparent displays are possible using OLED. എല്ലാം ശരിയാണ് കേട്ടോ. ഇതൊക്കെ OLED ബെനിഫിറ്റ് ആണ്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഉണ്ടാവാറുണ്ട്. പൊതുവെ ഡി ആണ് വരാറ്. Which of the following is are the famous for sun temples? എവിടെയൊക്കെയാണ് ഇന്ത്യയിൽ മെയിൻ ആയിട്ട് കാണപ്പെടുന്നതാണ്. ആർട്ട് ആൻഡ് കൾച്ചറുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. അഡ്സന വല്ലിയിൽ ഉണ്ടോ? ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫേമസ് സൺ ടെമ്പിൾസ് അമർകണ്ടക്കിലും ഓംകാരേശ്വറിലും ഇല്ല കേട്ടോ. എ മാത്രമാണ് ശരി. സൺ ടെമ്പിൾസ് എന്ന് പറയുന്നത് അരസുവല്ലി വില്ലേജ് ആന്ധ്രാപ്രദേശിലാണ്. അമർകണ്ടക്കിലൊന്നും ഇല്ല കേട്ടോ. സൺ ഗോഡിനെ ആരാധിക്കുന്ന ടെമ്പിൾസ് ആണ്. സൺ ടെമ്പിൾസ് അതൊക്കെ നോക്കി വെക്കണേ. പിന്നെ നമ്മള് ചില ഫേമസ് സൺ ടെമ്പിൾസ് ഒക്കെ ഉണ്ട്, നോക്കി വെക്കാം. കൊണാർക്ക് സൺ ടെമ്പിൾ ഒക്കെ ഫേമസ് ആണ്. വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ഒക്കെ ഉള്ളതാണ്. കൺസിഡർ ഇൻ ദ ഇലക്ഷൻ ഓഫ് ദി ലോകസഭ പിന്നെ ഓർ സ്റ്റേറ്റ് അസംബ്ലി ദ വിന്നിംഗ് കാൻഡിഡേറ്റ് മസ്റ്റ് ഗെറ്റ് അറ്റ്ലീസ്റ്റ് 50% വോട്ട് കിട്ടണോ? അത് വേണ്ടല്ലോ. ജസ്റ്റ് കൂടുതൽ വോട്ട് കിട്ടിയാൽ മതി, 50 വേണമെന്നില്ല. അക്കോർഡിംഗ് ടു ദ പ്രൊവിഷൻസ് laid down in the Constitution of India, the Lok Sabha, the speaker post goes to the majority party and deputy speaker goes to the opposition. കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നുണ്ടോ? കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നില്ല, അതൊരു കൺവെൻഷൻ ആണ് കേട്ടോ. അത്രേ ഉള്ളൂ. അങ്ങനെ കൊടുക്കാറൊന്നുമില്ല എപ്പോഴും. ഇക്കൊല്ലം ഡെപ്യൂട്ടി സ്പീക്കർ എന്നല്ല അപ്പൊ നമുക്ക് കുറെ കാലമായിട്ട് കൺവെൻഷൻ ആയിട്ട് അങ്ങനെ കൊടുക്കാറുണ്ടെന്ന് മാത്രം, 1977 മുതൽ. അല്ലാതെ ഇത് നിർബന്ധമായിട്ടുള്ള ഒന്നല്ല. Which of the following has occurred in India for after liberalization of economic എക്കണോമി ബന്ധമാണ് 1991 ശേഷം എന്തൊക്കെ സംഭവിച്ചു? നമ്മൾ ആ പാടൊക്കെ അങ്ങനെ തന്നെ ഉണ്ടായിരുന്നല്ലോ. പിന്നെ ഷെയർ ഓഫ് ദ അഗ്രികൾച്ചർ GDP ഇൻക്രീസ് എനോറമസ്ലി. ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റായിരിക്കും. ഈ ഇപ്പൊ GDP അഗ്രികൾച്ചർ എത്രത്തോളം ഡെവലപ്പ് ആയി നമുക്കറിയില്ലേ. വലിയ ഡെവലപ്മെന്റ് ഇല്ലാതെ അഗ്രികൾച്ചറിലാണ്. ഇങ്ങനെ എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് ഒഴിവാക്കാം അറിയില്ലെങ്കിൽ. അങ്ങനെ പെട്ടെന്നൊന്നും ഒന്നുകൊണ്ടും കൂടൂല കേട്ടോ. ഷെയർ ഓഫ് ദി ഇന്ത്യസ് എക്സ്പോർട്ട് ഇൻ ദ വേൾഡ് മാർക്കറ്റ് ഇൻക്രീസ്. അങ്ങോട്ടോ അതൊക്കെ ഇൻക്രീസ് ഉള്ളൂ, ഭയങ്കര ഇതൊന്നും ഇല്ല. അതൊക്കെ ശരിയാണ്. FDI ഇൻക്രീസ്, അതും ശരിയാണ്. പിന്നെ അതുപോലെ തന്നെ ഇന്ത്യസ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ഇൻക്രീസ്. ഓക്കെ, ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് കൂടിയിട്ടുണ്ട്. ഇപ്പോഴും ശരിയാവാറുണ്ട് എന്ന് പറയാറെങ്കിൽ കൂടിയും ഫോറിൻ എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് അതാണ് നമ്മുടെ ഇഷ്യൂ. 6 ബില്യനൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ ആകെ. അത് നമ്മളിപ്പോ ഏകദേശം എന്ത് ചെയ്യുന്നുണ്ട്, 500 ബില്യണിലധികം വന്ന്. അപ്പൊ അതൊരു നല്ല ഇൻക്രീസ് തന്നെയല്ലേ, അത് പറയാൻ പറ്റും. ഒന്ന് എലിമിനേറ്റ് ചെയ്താൽ ഉത്തരത്തിലേക്ക് അധികം എത്തും. 2, 3 ഇതും ഇങ്ങനെ ഈ നിങ്ങൾ ഞാൻ പറഞ്ഞത് എപ്പോഴും അപ്ലൈ ചെയ്യുകയാണെങ്കിൽ പണ്ടത് എപ്പോഴും ഈ എക്സ്ട്രീം ശരിയാവണം നിർബന്ധമില്ല, പൊതുവെ ശരിയാവാറുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ വാട്ട് ആർ ദ ആപ്ലിക്കേഷൻ സൊമാറ്റിക് സെൽസ് ന്യൂക്ലിയർ ട്രാൻസ്ഫർ ടെക്നോളജീന്റെ ആപ്ലിക്കേഷൻസ് എന്താണെന്നുള്ളതാണ്. പിന്നെ ക്ലോണിംഗിൽ ഉപയോഗിക്കുന്നതാണ് സൊമാറ്റിക് സെല്ല്. reproductive cloning skill science and ecology മെത്തേഡ് ക്വസ്റ്റ്യൻ ആണ്. ബാക്കിയുള്ള ഓപ്ഷൻസ് ഒക്കെ വായിക്കാത്തതൊക്കെ വായിക്കേണ്ടതാണ് ശരിക്കും. പക്ഷെ വായിക്കാത്തതെന്ന് പറയുന്നത് നമുക്ക് സമയപരിമിതി കൊണ്ടാണ് കേട്ടോ. നിങ്ങളത് വായിക്കണം. പിന്നീട് ഈ വർഷം അപ്ലൈ ചെയ്യുന്നവർക്ക് ഇനി സമയം കുറവാണ്. അടുത്ത വർഷത്തേക്കുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ബാക്കിയുള്ള ഓപ്ഷൻസ് കൊണ്ട് തെറ്റി ഓക്കെ നോക്കി വെക്കണം. നിങ്ങളിപ്പോ ഈ ക്വസ്റ്റിന്റെ ഐഡിയ ഉത്തരമൊക്കെ കിട്ടി, നിങ്ങൾ തന്നെ ഒരു അനാലിസിസ് നടത്തുക എങ്ങനെയാണ് മാറ്റം വരുന്നത് എന്നുള്ളത്. അടുത്തത് പിന്നെ നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ NPCI ക്വസ്റ്റ്യൻസ് പല പ്രാവശ്യം ഉണ്ടാവാറുണ്ട്. ഹെൽപ്പ് ഇൻ പ്രൊമോട്ടിംഗ് ദ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ, അവരാണല്ലോ UPI ഒക്കെ തുടങ്ങിയത്. NPS ലോഞ്ച് റൂപേ കാർഡ് പേയ്മെന്റ് സ്കീംസ് ഒക്കെ രണ്ടോ അവരിതാണ്. സി ആണ്, വലിയ ബുദ്ധിമുട്ടില്ലാത്ത ക്വസ്റ്റ്യൻ ആണ്. സ്ട്രിപ്സ് ന്യൂസിലായിരുന്നു അല്ലെ. നമുക്ക് ടൈഗർ ഇത് ഈ എണ്ണ എടുക്കുമ്പോൾ നിങ്ങൾ ഈ സാധനം കേൾക്കാറില്ലേ, സ്ട്രിപ്സ് എന്തുമായി ബന്ധപ്പെട്ടാണ്? ടൈഗർ റിസർവ് ആണോ? പിന്നെ അതുപോലെ തന്നെ ഇത് ടൈഗർ റിസർവ് ബന്ധപ്പെട്ടാണ് കേട്ടോ. കാരണം അത് എണ്ണ എടുക്കാന്ന് കറക്റ്റ് അങ്ങനെ പറയുന്നില്ലേ, അങ്ങനെ കൊടുക്കണം. ടൈഗർ റിസർവിലാണ്.
What is the most likely advantage of the implementing goods and service tax? GST implement ചെയ്യുമ്പോഴുള്ള benefit എന്തൊക്കെയായിരിക്കും? അതുപോലെ തന്നെ it will replace the multiple tax collected by the multiple authorities. It will increase the create a single market. അതാണ് അതിന്റെ മെയിൻ ഉദ്ദേശം തന്നെ. ഒരു സിംഗിൾ മാർക്കറ്റ്, എല്ലാവരും കൂടി കളക്ട് ചെയ്യണ്ട, ഒരു സിംഗിൾ അതോറിറ്റി. It will drastically ഇങ്ങനെയൊക്കെ ശരി reduce the current account deficit. India will enable to increase the foreign exchange reserve. Drastically reduce ചെയ്യുക കറണ്ട് അക്കൗണ്ട് വേറെ സംഗതിയാണ്, അത് ഇവിടുന്ന് അങ്ങോട്ട് എക്സ്പോർട്ട് കൂടണം, അത് ഉണ്ടാവാൻ കാരണമൊന്നുമില്ല. It will enormously increase the growth of size and economy in India and will enable the overtake China. അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ നിയർ ഫ്യൂച്ചർ? അങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ തെറ്റാണ്, അറിയില്ലെങ്കിലും ഒഴിവാക്കിക്കോ. അങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ നേരത്തെ പറഞ്ഞ ഒരു എക്സെപ്ഷൻ കേസ് അവിടെ ഉണ്ടായി എങ്കിലും ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഒഴിവാക്കാം. മാത്രമാണ്. ബ്രോഡ് ബേസ്ഡ് ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് അഗ്രിമെന്റ് BTIA എന്തുമായി ബന്ധപ്പെട്ടാണ്? കറണ്ട് അഫയേഴ്സിൽ ഉണ്ടായിരുന്നതാണ്, യൂറോപ്യൻ യൂണിയനുമായി ബന്ധപ്പെട്ടാണ് കേട്ടോ. ഇന്ത്യ ആൻഡ് യൂറോപ്യൻ യൂണിയൻ ആണ്. കൺസിഡർ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. ഇന്ത്യ ഹാസ് റാറ്റിഫൈഡ് ദ ട്രേഡ് ഫെസിലിറ്റേഷൻ അഗ്രിമെന്റ് TFA ഓഫ് അഗ്രിമെന്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. ശരിയാണ്, റാറ്റിഫൈ ചെയ്തിട്ടുണ്ട്. TFA is a part of WTO Bali Ministerial Package ഭാഗമാണ്, അത് ശരിയാണ്. TFA came into force January 2016 അല്ല വന്നത്, അത് 2017 വന്നത് കേട്ടോ. അത് തെറ്റാൻ കാരണം കുറച്ച് മീഡിയം ലെവലാണ്. വാട്ട് ഈസ് ദ ഇമ്പാക്ട് ഓഫ് ഡെവലപ്പിംഗ് ചാബഹാർ പോർട്ട്? ഇറാനിലുള്ള ചാബഹാർ പോർട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അതിന്റെ ബെനിഫിറ്റ് എന്താണെന്നാണ് ചോദിക്കുന്നത്. ഇന്ത്യ വിൽ നോട്ട് ഡിപ്പെൻഡ് ഓൺ പാകിസ്ഥാൻ ഫോർ ദ ആക്ഷൻ അഫ്ഗാനിസ്ഥാൻ. കാരണം നമുക്ക് ചാബഹാർ പോർട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് പാകിസ്ഥാനെ ബൈപ്പാസ് ചെയ്തിട്ട് അഫ്ഗാനിസ്ഥാൻ എടുത്താൻ വേണ്ടിയുള്ള പോർട്ടാണ് ചാബഹാർ, ഒരു ഉദ്ദേശം അതാണ്. അപ്പൊ അതിനാണ് എന്റെ ആൻസർ. ഇന്ത്യ ട്രേഡ് വിത്ത് ആഫ്രിക്ക കൺട്രീസ് എനോമസ്ലി ഇൻക്രീസ്, എന്തൊക്കെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. പിന്നെ അതുപോലെ തന്നെ ഇന്ത്യസ് റിലേഷൻ വിത്ത് ഓയിൽ പ്രൊഡ്യൂസിംഗ് അറബ് കൺട്രീസ് വിൽ സ്ട്രെങ്തൻഡ്, അറബിയൻ കൺട്രീസ് എല്ലാവരും കൂടി ഇതാക്കാൻ വേണ്ടിയുള്ളത്. പാകിസ്ഥാൻ വിൽ ഫെസിലിറ്റേറ്റ് ആൻഡ് പ്രൊട്ടക്ട് ദ ഇൻസ്റ്റാളേഷൻ ഓഫ് ദി ഗ്യാസ് പൈപ്പ്ലൈൻ ബിറ്റ്വീൻ ഇറാഖ് ആൻഡ് ഇന്ത്യ. അങ്ങനെയൊക്കെ എന്തായാലും സംഭവിക്കോ? ഇല്ല, അതൊക്കെ ഒഴിവാക്കാം കേട്ടോ. ഇത് രണ്ടാണ് സാധ്യത, ഇതാണ് ശരി. പിന്നെ അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് ആണ്. ഇന്ത്യ ലീഗലി മാൻഡേറ്ററി ഫോർ വിച്ച് ഓഫ് ദ ഫോളോയിങ് ടു റിപ്പോർട്ട് ദ സൈബർ സെക്യൂരിറ്റി ഇൻസിഡൻസ്. നമ്മൾ ഏതൊക്കെ ലീഗലി ഇതാണെന്നുള്ളതാണ്. സർവീസ് പ്രൊവൈഡേഴ്സ്, ഡാറ്റ സെന്റേഴ്സ്, ബോഡി കോർപ്പറേറ്റ്സ്, ഇവരൊക്കെ ചെയ്യണം കേട്ടോ. ഇതാണ് ആൻസർ. ലീഗലി മാൻഡേറ്ററി ആയിട്ടില്ല, എന്തെങ്കിലും സൈബർ സെക്യൂരിറ്റി ഇൻസിഡൻസ് ഉണ്ടായി കഴിഞ്ഞാൽ റിപ്പോർട്ട് ചെയ്യേണ്ടത്, ഇവരൊക്കെ ചെയ്യണം. റൈറ്റ് ടു വോട്ട് ഏത് റൈറ്റ്സ് ആണെന്നുള്ളത്? ഫണ്ടമെന്റൽ ആണോ? അല്ല. നാച്ചുറൽ ആണോ? അല്ല. കോൺസ്റ്റിറ്റ്യൂഷണൽ ആണോ? അല്ല. ലീഗൽ റൈറ്റ്സ് കേട്ടോ. വോട്ട് ചെയ്യാനുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ഒന്നല്ല, കോൺസ്റ്റിറ്റ്യൂഷണൽ അങ്ങനെ വോട്ടിംഗ് റൈറ്റ് ഒന്നും പറയുന്നില്ല. ലീഗൽ റൈറ്റ് ആണ്. ലീഗൽ നമ്മുടെ റെപ്രസെന്റേറ്റീവ് പീപ്പിൾസ് ആക്ട് പ്രകാരം വന്ന റൈറ്റ് ആണത്. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ദി ഇവോൾവ്ഡ് ലേസർ ഇന്റർഫെറോമീറ്റർ സ്പേസ് ആന്റിന? എലിസ എന്ന് പറയും. എലിസന്റെ എന്താണ് ഉദ്ദേശം എന്നുള്ളതാണ് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻ ആണ്. ഗ്രാവിറ്റേഷണൽ വേവ്സ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയാണ് എലിസ കേട്ടോ. ആരെങ്കിലും ആൻസർ ചെയ്യാത്രേ ഉള്ളൂ, കറണ്ട് അഫയേഴ്സിൽ ഉണ്ടായിരുന്നതുകൊണ്ടാണ്. വാട്ട് ഇസ് ദ പർപ്പസ് ഓഫ് വിദ്യാഞ്ജലി യോജന? ഓക്കെ. പിന്നെ ടു എനേബിൾ ദ ഫേമസ് ഫോറിൻ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ടു ഓപ്പൺ ദെയർ ക്യാമ്പസ് ഇൻ ഇന്ത്യ അല്ല കേട്ടോ. പിന്നെ ടു ഇൻക്രീസ് ദ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ദ ഗവൺമെന്റ് സ്കൂൾസ് ബൈ ടേക്കിംഗ് ഹെൽപ്പ് ദം ഫ്രം ദ പ്രൈവറ്റ് സെക്ടർ. ഹെൽപ്പും കൂടി പിടിച്ച് എന്ത് ചെയ്യുക? ഗവൺമെന്റിന്റെ സ്കൂൾസ് ബെറ്റർ ആക്കുക, അതാണ് അതിന്റെ ഉദ്ദേശം. ഇങ്ങനത്തെ സ്കീംസ് വിദ്യാഞ്ജലി എന്നൊക്കെ പറയുമ്പോൾ അത് വന്നതുകൊണ്ടായിരിക്കാം. അത് ശരിയാണ്, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്. ഒന്ന് തെറ്റുവാണ് കേട്ടോ, നെറ്റ് ഒഴിവാക്കാം. To encourage the voluntary monetary contribution from the private sector individuals and organization as they improve the infrastructure facilities for primary and secondary school. Infrastructure ഉണ്ടാക്കാൻ വേണ്ടി ഒന്നല്ല, ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എ മാത്രമാണ്, 2 മാത്രമാണ് ശരി. എ ആൻസർ കേട്ടോ. ഉന്നത് ഭാരത് അഭിയാൻ എന്താണ് അതിന്റെ ഉദ്ദേശം എന്നുള്ളതാണ്. വളരെ ക്വസ്റ്റ്യൻ ആണ്. ഉന്നത് ഭാരത് അഭിയാൻ കണക്ടിംഗ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഹയർ എഡ്യൂക്കേഷൻ, ഉന്നത് എഡ്യൂക്കേഷൻ, higher education with the local communities to address the development challenges ഒക്കെ appropriate technologiesലൂടെ ഇതാക്കാൻ വേണ്ടിയാണ് ഉന്നത് ഭാരത് അഭിയാൻ. അതിന്റെ ഉദ്ദേശം ബി. സ്കീമാണ്, കറണ്ട് അഫയേഴ്സിൽ ഉണ്ടായിരുന്നതാണ്. സ്കീംസ് നോക്കാന്ന് പറഞ്ഞതാണ്. സ്കീംസ് ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ദ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഈസ് എ 5-member ബോഡി. 5-member ബോഡി ആണോ? തെറ്റ്.
Union Minister of Home Affairs decide the election scheduled for the conduct of the both general election and by-election. Union Minister of Home Affairs ആണ് തീരുമാനിക്കുക അല്ല election commission. Election commission resolve the dispute relating the split and mergers ഒക്കെ ഉണ്ടാകുമ്പോൾ അത് election commission തീരുമാനിക്കുക. അത് ശരിയാണ്. അത് മാത്രം ശരി, ഡി ആണ് ആൻസർ കേട്ടോ. പിന്നെ ഇലക്ഷൻ കമ്മീഷൻ ആണ് തീരുമാനിക്കുക സ്പ്ലിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ. അതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷൻ അതിനല്ല നിൽക്കുന്നത്. ഇലക്ഷൻ ഷെഡ്യൂൾ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഇലക്ഷൻ കമ്മീഷൻ ആയിരിക്കൂലേ, അല്ലാതെ ഗവൺമെന്റ് കൊടുക്കുക തീരുമാനിക്കാനുള്ള അധികാരം, പിന്നെ കാര്യമില്ലല്ലോ. ഇൻ ഇന്ത്യ, if a species of tortoise is declared protected under the schedule 1 of the Wildlife Protection Act, എന്താണത് കാണിക്കുന്നത് എന്നുള്ളതാണ്. ഈസി ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ് എൻജോയ് സെയിം ലെവൽ ഓഫ് പ്രൊട്ടക്ഷൻ ആസ് ടൈഗർ. അതാണ്, ടൈഗറും ഷെഡ്യൂൾ 1-ലാണ്. അപ്പൊ അതിന്റെ സെയിം പ്രൊട്ടക്ഷൻ അതിന് കിട്ടും, അത്രേ ഉള്ളൂ. ഈസി ക്വസ്റ്റ്യൻ, മീഡിയം ലെവൽ. ഇൻ ഇന്ത്യ, ജുഡീഷ്യൽ റിവ്യൂ എന്താണെന്നുള്ളതാണ്. The power of judiciary to pronounce upon the constitutionality of laws, executive orders-ന്റെയും laws-ന്റെ ഒക്കെ എന്ത് ചെയ്യുക, കോൺസ്റ്റിറ്റ്യൂഷൻ വാലിഡ് ആണോ ചെക്ക് ചെയ്യുക, തന്നെയാണ് ശരി കേട്ടോ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ പവർ ഓഫ് ജുഡീഷ്യറി ടു ക്വസ്റ്റ്യൻ ദ വിസ്ഡം ഓഫ് ദി ലോ ക്വസ്റ്റ്യൻ ചെയ്യോ, പല ഉദ്ദേശങ്ങളും ഉണ്ടാക്കിയിട്ട് നിയമം, നല്ല ഉദ്ദേശം എന്ത് ഉണ്ടാക്കിയെന്ന പ്രശ്നം. The power of judiciary to review all the legislative enactment before they ascended. President ascend കൊടുക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യോ, ഇല്ല. The power of the judiciary to review its own judgment given the earlier similar or different cases, അതിനല്ല ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയാം. അത് സ്വന്തം കറക്റ്റ് ചെയ്യാന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ വിത്ത് റെഫറൻസ് ഇന്ത്യൻ ഫ്രീഡംസ് ആൻഡ് മോഡേൺ ഇന്ത്യയാണ്. മ്യൂട്ടിനി ഓഫ് റോയൽ ബംഗാൾ നേവി, ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്, സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസ്. ക്രോണോളജിക്കൽ ഓർഡർ പറയാനാണ്. ക്വിറ്റ് ഇന്ത്യ സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് നടക്കുന്നത് 1931. അപ്പൊ അത് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് 1942 ഓഗസ്റ്റ് 8. ഓഗസ്റ്റ് 8ന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചിരുന്നു UPSC മുമ്പ്, UPSC ചോദിച്ചു തോന്നുന്നുണ്ട്. റോയൽ ബംഗാൾ നേവിയുടെ മ്യൂട്ടിനി 1946. ഈ പ്രശ്നമില്ലല്ലോ, ഏത് ഓപ്ഷൻ നോക്കിയാ പോരെ. ഫസ്റ്റ് 3, 2, 1 അതാണ് ഓപ്ഷൻ. വർഷം നോക്കിച്ച മറ്റേ ഡേറ്റിന്റെ ആവശ്യമില്ല, ചില സമയത്ത് ഡേറ്റും കൂടി വേണ്ടി വരും. അപ്പോൾ ഒരേ വർഷം 2 വരികയാണെങ്കിൽ കേട്ടോ. Consider following statement. Tax revenue is the part of GDP of the India steadily increased in the last decade. ഇല്ല. Fiscal deficit in the present as a percentage of the GDP is India steadily increased in the last decades. രണ്ട് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അങ്ങനെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ പറയുമ്പോൾ ഒഴിവാക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എങ്കിലും ചിലപ്പോൾ ഉണ്ടാവാറുണ്ട് കേട്ടോ. സ്റ്റഡിയിൽ എല്ലാ ചില ഇത് കൂടിയും കുറഞ്ഞൊക്കെ കളിച്ചിട്ടുണ്ട്. Recently, there was a proposal to translocate the some of the lions from their natural habitat in the Gujarat to which of the following? Lion എങ്ങോട്ടാ കൊണ്ടുപോയത്? കറണ്ട് അഫയേഴ്സ് ആണ്. കുന്നോ പാൽപൂർ വൈൽഡ് ലൈഫ് സെഞ്ചുറിയിലേക്കായിരുന്നു കേട്ടോ. അത് which of the following are not, ഇതൊക്കെ ശ്രദ്ധിക്കണേ, not necessarily the consequence of the proclamation of the president rule in the states. അതിന്റെ കോൺസിക്വൻസ് ആവാത്തത്. Dissolution of the state legislative assembly. Dissolution സംഭവിക്കോ? സംഭവിക്കൂല. സസ്പെൻഷൻ ഉണ്ടാവുള്ളൂ. അപ്പൊ അത് ആവൂല. സംഭവിക്കുന്ന ഏതൊക്കെ നോക്കാം, അത് ആവൂല. റിമൂവൽ ഓഫ് ദി കൗൺസിൽ മിനിസ്റ്റേഴ്സ് ഇൻ ദ സ്റ്റേറ്റ്സ്. കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് മിനിസ്റ്റേഴ്സിനെ റിമൂവ് ചെയ്യാം, അത് സംഭവം അതുപോലെ റിമൂവ് ചെയ്യാം, അത് ശരിയാണ്. ഡിസൊല്യൂഷൻ ഓഫ് ദി ലോക്കൽ ബോഡീസ്. ലോക്കൽ ബോഡി ഡിസൊല്യൂഷൻ സംഭവിക്കോ? ഇല്ല. ഏതൊക്കെ ഉണ്ടാവില്ല ചോദിച്ചത്. അപ്പം നോട്ട് ആയതുകൊണ്ട് 1, 3. 3 ഏതാ? ബി. മാറി പോരുത്. തെറ്റായി ചോദിക്കുമ്പോൾ എങ്ങനെ എഴുതി കറക്റ്റ് ചെയ്യണേ. എന്തായാലും അറിയുന്ന ഉത്തരമായിരിക്കും, പക്ഷെ തെറ്റിക്കാൻ സാധ്യത കൂടുതലാണ് നോട്ട് എന്ന് കാണുമ്പോൾ. ചെറിയൊരു കൺഫ്യൂഷൻ വരും. ഓൾറെഡി എക്സാമിന് ടെൻഷൻ ഉണ്ടാവും, അതിന്റെ ഇടയിൽ കൂടെ ഇതും കൂടി വരുമ്പോൾ തെറ്റിക്കും. പീസ് ഓഫ് മൈൻഡ് ഇല്ലാത്തൊരു സമയമായിരിക്കും നമുക്ക് ആ സമയത്ത്. പീസ് ഓഫ് മൈൻഡ് ആണ് ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ്. പീസ് ഓഫ് മൈൻഡിൽ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ സെയിം ക്വസ്റ്റ്യൻ പേപ്പർ എക്സാം ഹാളിൽ എഴുതി നോക്ക്, അവിടെ എഴുതുമ്പോഴും സ്വന്തം വെറുതെ വീട്ടിൽ നിന്ന് എഴുതി നോക്ക്, മാർക്ക് കൂടും. സോ അത് ശരിയാണ്. ഇത് ഫോളോയിങ്, അപ്പൊ ഒന്ന് കൂളായിട്ടിരിക്കുക, അത്രേ ഉള്ളൂ. പിന്നെ which of the following are envisaged by the rights against exploitation and constitution of India? Right against exploitation അല്ല എന്തൊക്കെയാ പറയുന്നതാണ്. പിന്നെ പ്രൊഹിബിഷൻ ഓഫ് ട്രാഫിക് ഇൻ ഹ്യൂമൻ ബീയിങ് പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അബോളിഷൻ അൺടച്ചബിലിറ്റി ഇതിലാണോ? ഇക്വാലിറ്റിയിലാണ് പറയുന്നത്, ആർട്ടിക്കിൾ 17 ഇവിടെ അല്ല. പ്രൊട്ടക്ഷൻ ഓഫ് ദി ഇൻട്രസ്റ്റ് ഓഫ് മൈനോറിറ്റീസ് ഇവിടെയാണ് പറയുന്നത്, അല്ല. പ്രൊഹിബിഷൻ എംപ്ലോയ്മെന്റ് ചിൽഡ്രൻ ഇൻ ദ ഫാക്ടറീസ് മൈൻസ് ഈസി ക്വസ്റ്റ്യൻ ആണ്. ആർട്ടിക്കിൾ 23, 24 എന്താണെന്ന് ചോദിക്കുന്നുള്ളൂ. ഇതാണ് 1ഉം 4ഉം അറിയുന്നവർക്ക് ഈസിയാണ്. Which of the following is the geographical
ജോഗ്രഫിക്കലി ക്ലോസസ്റ്റ് ടു ദ ഗ്രേറ്റ് നിക്കോബാറിലോട്ട് ഏറ്റവും അടുത്ത് കിടക്കുന്നത് സുമാത്രയാണോ, ബോർണിയാണോ, ജാവയാണോ, ശ്രീലങ്കയാണോ? മാപ്പ് അറിയെങ്കിൽ അറിയാം, സുമാത്ര തൊട്ടടുത്ത് കിടക്കുന്നത് സുമാത്ര, ഇന്തോനേഷ്യന്റെ കേട്ടോ. അടുത്തത് which of the out of the following statement choose the one that bring out the principle underlying the cabinet form of government. Cabinet form of government എന്താണെന്നാ കാണിക്കുന്നത്. എന്നിട്ട് ആൻസറിലോട്ട് പറയാം. A mechanism of parliamentary democracy for ensuring the collective responsibility of the government to the people. അതാണ് cabinet form of government എന്ന് പറയുന്നത് കേട്ടോ. സോറി അതാണ്. Last question. Which of the following is not feature of Indian federalism? Indian federalism features ഏതൊക്കെ നമുക്ക് ശരി ടിക്ക് ഇടാം. അപ്പൊ എല്ലാത്ത് മറ്റേത് വിടാം. അങ്ങനെ ഇന്ത്യ ഈസ് ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി. ഇന്ത്യയിലുണ്ടോ? ഉണ്ട്. അത് നമ്മുടെ ജുഡീഷ്യൽ ഫെഡറൽ ഫീച്ചേഴ്സ് ആണ്. പവർ ഹാസ് ബീൻ ക്ലിയർലി ഡിഫൈൻ ചെയ്തിട്ടുണ്ടോ? അതും നമ്മുടെ ഇതിന്റെ ഫീച്ചർ ആണ്. ദ ഫെഡറേറ്റഡ് യൂണിറ്റ് ഹാവ് ബീൻ ഗിവൺ ദ അൺഈക്വൽ റെപ്രസെന്റേഷൻ രാജ്യസഭയിൽ ഉണ്ടോ? ഉണ്ട്. എല്ലാവർക്കും ഒരുപോലെയാണോ? അല്ല. അത് ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ ഫീച്ചർ ആണ്. This is the result of the agreement among the federating unit. നമ്മളിപ്പോ ഓരോ സ്റ്റേറ്റ്സ് അഗ്രിമെന്റ് പ്രകാരം ഉണ്ടാക്കിയതാണോ? അല്ല. അതല്ല. അപ്പൊ ഏതല്ലാന്ന് ചോദിച്ചത് നോട്ടാണ്. ഡി ആണ് ആൻസർ. ഇത് ഈസി ക്വസ്റ്റ്യൻ ആണ്. ഇത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. അപ്പം ജസ്റ്റ് എന്ത് ചെയ്യുക, ഈ രീതിയിൽ ആൻസർ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പൊ ചില തെറ്റുകളൊക്കെ വരാൻ സാധ്യത ഉള്ളതൊക്കെ ഒഴിവാക്കാം. നമ്മൾ ജസ്റ്റ് ഇതിനൊരു ഈ വർഷത്തെ ക്വസ്റ്റ്യൻ അനാലിസിസ് എടുത്താണെങ്കിൽ മോഡേൺ ഹിസ്റ്ററി എന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻ ആണ്. മെഡീവൽ ഹിസ്റ്ററിന്ന് ഒരു ക്വസ്റ്റ്യൻ, പിന്നെ അതുപോലെ തന്നെ ആൻഷ്യന്റ് ഹിസ്റ്ററിന്ന് ഒരു ക്വസ്റ്റ്യൻ, ആർട്ട് ആൻഡ് കൾച്ചറിന്ന് 5 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. സയൻസ് ആൻഡ് ടെക്നോളജി 4 ക്വസ്റ്റ്യൻ കുറവാണ്. കൂടി വരും. ഇനി സയൻസ് ആൻഡ് ടെക്നോളജി കൂടി വരും എല്ലാ വർഷവും കേട്ടോ. എൻവിയോൺമെന്റ് എക്കണോമിക്സ് 6 ക്വസ്റ്റ്യൻ, ജോഗ്രഫി 8 ക്വസ്റ്റ്യൻ, പൊളിറ്റി പിന്നെ ഗവർണൻസ് 22 ക്വസ്റ്റ്യൻ ഉണ്ടോ? അത് പൊളിറ്റിനെ ഗവർണൻസ് അറിയുന്ന ആൾക്ക് തന്നെ 22 × 2 44 മാർക്ക് അവിടെ തന്നെ കിട്ടും അറിയാണെങ്കിൽ. എൻവിറോൺമെന്റ് 13 ക്വസ്റ്റ്യൻ, കറണ്ട് അഫയേഴ്സ് 13 ക്വസ്റ്റ്യൻ. ഇങ്ങനെയാണ് ക്വസ്റ്റ്യന്റെ ഒരു പാറ്റേൺ ഉണ്ടായിരുന്നത് കേട്ടോ. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിച്ചത് പൊളിറ്റി എന്നാണ് ഈ വർഷം. എല്ലാ വർഷവും അങ്ങനെ ആവണം എന്നില്ല. ഓക്കെ, അറിഞ്ഞിരിക്കാം. പിന്നെ ഏകദേശം ഒരു 27 ക്വസ്റ്റ്യൻസോളം ഈസി ആയിരുന്നു. ഈസി ക്വസ്റ്റ്യൻസ് 27, മീഡിയം ലെവൽ ക്വസ്റ്റ്യൻ 37, ടഫ് ക്വസ്റ്റ്യൻസ് ഡിഫിക്കൽട്ട് 36 ക്വസ്റ്റ്യൻ. അപ്പൊ ഈ 36 എല്ലാവർക്കും ടഫ് ആവും. അതപ്പം വലിയൊരു പ്രശ്നമാക്കണ്ട കേട്ടോ. ഈ 27, 37 നിങ്ങൾ നിർബന്ധമായിട്ട് ആൻസർ ചെയ്യണം. അപ്പൊ ഏകദേശം ഒരു 60 ക്വസ്റ്റ്യൻ. പിന്നെ ഡിഫിക്കൽട്ടിന്ന് കുറച്ച് ഗസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ആൻസർ ചെയ്ത് നോക്കാന്നുള്ള ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ അങ്ങനത്തെ ഇതൊക്കെയാണ് ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും. ഓക്കെ, ശരി. നമുക്ക് നാളെ സെയിം ടൈമിൽ അടുത്ത 2018 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. 2018 ആൻസർ നിങ്ങൾ എഴുതി നോക്കുക. നിങ്ങൾ ആൻസർ എഴുതി കഴിഞ്ഞാൽ ഗുണം എന്ന് പറയുന്നത് ഞാൻ പറയുമ്പോൾ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ഈ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കാൻ പറ്റും. നിങ്ങൾക്ക് എന്ത് കൊണ്ട് തെറ്റി നിങ്ങളിപ്പോ ഒന്ന് ആൻസർ എഴുതി നോക്കിയാൽ ഗുണം എന്താരോ ആ രീതിയിലായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുക. ആ ചിന്ത നമ്മുടെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മാറ്റാം. അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. ഇങ്ങനെ ചിന്തിച്ചാൽ അത് ഈസിയായി ശരിയാവുമായിരുന്നു എന്നൊക്കെ ചിന്തിക്കാം. പിന്നെ നിങ്ങൾ വളരെ ഈസി ആയിട്ടുള്ള ചില തെറ്റുകൾ നിങ്ങൾ വരുത്താൻ സാധ്യത ഉണ്ട്. അപ്പൊ അതൊക്കെ എന്തൊക്കെയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതൊക്കെ അതിന്റെ ഗുണമാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക, പിന്നെ നാളെ അതേ രീതിയിൽ ആൻസർ ചെയ്ത് നോക്കാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചോദിക്കാം, ക്ലിയർ ചെയ്യാം കേട്ടോ. ശരി, അപ്പൊ നമുക്ക് ബാക്കി നാളെ നോക്കാം. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.